നമസ്കാരം, രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ചനയുണ്ടല്ലോ, അത് വെച്ചുണ്ടാക്കി ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്ക് ചപ്പാത്തിക്കായാലും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഗീ റൈസോ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ റൈസൊക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കാണാം. വേണ്ടി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ചനയാണ്. അപ്പോൾ ഇത് ഞാനൊരു 1/4 കപ്പ് ചന ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത്ര അളവിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു തക്കാളി വേണം, അതുപോലെ തന്നെ ഒരു സവാള വേണം, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് നല്ലത്, പിന്നെ ഒരു 12-13 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാന്ന് പറഞ്ഞല്ലോ അപ്പോൾ കസൂരി മേത്തി എടുത്തിട്ടുണ്ട്, അത് ഞാനൊരു 1/2 ടീസ്പൂണാണ് എടുത്തത്. പിന്നെ ജീരകം വേണം, ജീരകം 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്, മുളക് പൊടിയാണ് ഞാൻ 1 ടീസ്പൂണാണ് എടുത്തത്, കാരണം നല്ല എരിവുണ്ട് അതുകൊണ്ട് സാധാരണ മുളക് പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ജീരകത്തിൻ്റെ പൊടി വേണം, അതും 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ഉപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കല്ലാതെ ഇഞ്ചി വെളുത്തുള്ളി എടുത്താലും മതി. പിന്നെ ഇതാ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓയിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലായതുകൊണ്ട് വെളിച്ചെണ്ണ അല്ലാതെ എന്തെങ്കിലും ഓയിലാണ് നല്ലത്. ആദ്യം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇതിന് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ സവാള വഴറ്റോ അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല. അപ്പോൾ എന്തായാലും എടുത്തു വെച്ചിരിക്കുന്ന സവാള ഞാൻ തിന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നുണ്ട്, ഇതുപോലെ. അതുപോലെ തന്നെ ഈ ഒരു തക്കാളി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് മിക്സിയിലിട്ടിട്ട്, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ, ഒരു മിക്സിയുടെ ജാർ എടുത്തു, അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിക്കാൻ പോവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഞാനിപ്പം വെള്ളത്തിലൊന്നും കുതിർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ കുതിർക്കാം കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാൻ പറഞ്ഞതുപോലെ പേസ്റ്റ് ആക്കണം എന്നില്ല, ഡയറക്റ്റായിട്ട് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് പച്ചമുളക് 2 എണ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ ജീരകം പൊടിച്ചത്, ഇത്രയും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്, ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എടുത്തു വച്ചിരിക്കുന്ന ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ജീരകം പൊട്ടിന് ശേഷം നമുക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ തൈരിൻ്റെ, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കടലയിലേക്ക്, വെള്ളക്കടലയിൽ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, പക്ഷെ ഇതിൽ ഉപ്പിട്ടിട്ടില്ല, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇനി ഇത് അടച്ചു വെക്കണം. ലോ ഫ്ലെയിമിൽ നമുക്കൊരു 3 മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വയ്ക്കാം. തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചന, കുറച്ച് വെള്ളമുണ്ട്, കുറച്ച് വെള്ളത്തിലാണ് വേവിച്ച്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻ ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഓണിയൻ നമ്മൾ വഴറ്റിയെടുക്കുക ഒന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് ഇങ്ങനെ ചേർക്കാണ്. ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്.
ഇത് ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയതാണ് ഗരം മസാല. അത് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് വീണ്ടും അടച്ചു വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം വീണ്ടും നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ സ്പെഷ്യൽ ചന കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ സ്പെഷ്യൽ ചന കറി. ഇത് നോർത്ത് ഇന്ത്യൻസിന് ദഹി ചന മസാല എന്നാണ് പറയുക. അപ്പോൾ ദഹി ചന മസാല റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഈസിയാണ്. നമ്മൾ സാധാരണ സവാളൊക്കെ എടുക്കുകയാണെങ്കിൽ അത് വഴറ്റിയെടുക്കണം, അങ്ങനെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ. ഇത് നമ്മൾ ശരിക്കും എല്ലാം അരച്ചെടുക്കുന്നു, ചേർക്കുന്നു. അത്രയേ ഉള്ളൂ ഒരു പണി വരുന്നത്. മൊത്തത്തിൽ ഒരു 20 മിനിറ്റ്സ് എടുക്കും. നല്ല ടേസ്റ്റാണ്, ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും, അതുപോലെ റൈസിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. കുറച്ച് എന്താ പറയുക, ഒരു സെമി ഗ്രേവി ടൈപ്പാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം, തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.